പറഞ്ഞത് രണ്ടു വെച്ച് കുഴപ്പമില്ല. ഉടക്കല്ലേ. അപ്പോ നമ്മുടെ ബാലു വർഗീസ് ശ്രീനാഭാസി കൂട്ടുകെട്ടിലെ ഒരു സസ്പെൻസ് ത്രില്ലും സിനിമയാണ് പഞ്ചുമൽ ബോയ്സ്. അപ്പോൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് വാച്ചുകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് വേണ്ട സിനിമയാണ്. മന്ത്രം ഒന്നും അറിയില്ലടാ, കുടിശ്ശകളിൽ കള്ളാമൊന്നും പറയില്ലടാ. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് 6-ാം ടിക്കി മുറുക്കൊന്നും തന്നെ പറയാം. സൗബിനേട്ടനും ബാസ്ചേട്ടനൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ മികച്ചാണ്, സോങ്ങും മികച്ചാണ്. മന്ത്രം. അപ്പോൾ എല്ലാം തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് വാച്ച് ശ്രീനാഭാസി സിനിമയാണ്. പിന്നെ ഇതിൽ കൂടെ അഭിനയിച്ചത് ബാലു വർഗീസ്, അഭിറാം, പിന്നെ തല്ലുമല ഡയറക്ടർ, അങ്ങനെ ധാരാളം പേരുടെ ഒരു യൂത്ത് എന്റർടൈൻമെന്റ് സിനിമയാണ്. താങ്ക് യു. അല്ല, ഇതിപ്പോൾ ചേർച്ചിൽ പടം ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. സർവൈവലുണ്ട്, പക്ഷെ ഒരു ത്രില്ല് ഞാൻ കാണുന്നത്. ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പറയാത്തതേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫിൽ കോമഡി തന്നെ വളരെ കോമാളിത്തരം കാണിച്ചിരിക്കും. സെക്കൻഡ് ഹാഫിൽ ആദ്യം ഗുണമില്ല. ക്ലൈമാക്സ് കുറച്ച് എക്സ്റ്റൻഡറുമാണ്, എക്സ്പെക്റ്റഡുമാണ്. പിന്നെ ഭാഷ അത്ര റോളില്ല, പക്ഷേ എനിക്ക് അഭിനയം ഇഷ്ടപ്പെട്ട സൗബിൻ്റെ അഭിനയമാണ്. അത് ഈ ഗണപതിയുടെ അഭിനയം ശരിയായില്ല, ബാലു വർഗീസ് അഭിനയം ശരിയായില്ല. ബാലു വർഗീസിൽ ഓപ്പറേഷൻ സ്റ്റാഫിൽ നന്നായിട്ട് അഭിനയിച്ചാണ്. അവിടെ 1 ടൈം പോലും വാച്ചിട്ടുള്ളത് ഒരു ആവറേജ് പടമായിട്ട് പോലും എനിക്ക് തോന്നി. ഒരു പ്രോബ്ലം വന്നാൽ ഭയങ്കര ഹൈപ്പ് കൊടുത്തു. ആ ഹൈപ്പ് അനുസരിച്ച് ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ സാധാരണ ഇങ്ങനത്തെ മൂവീസ് ഇടയ്ക്ക് ഇറങ്ങി പോവുക ചെയ്യാം. ഇത് മുഴുവൻ കാണാൻ തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ലേ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ പൊതുവെ ഇങ്ങനെ അഭിപ്രായം അറിയാം. എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയി, അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ നോക്കട്ടെ. പക്ഷേ ഒരു സർവൈവൽ സർവൈവൽ മാത്രമേ ഉള്ളൂ. പോയിന്റ് പോയിട്ട് ഒരാൾ ഇതുവരെയായിട്ടും അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല. ആ സാധനം നമുക്ക് ഇതിൽ കൂടുതൽ എങ്ങനെ കാണിക്കാൻ പറ്റുന്നത്? അതിൽ കൂടുതൽ നമുക്ക് വെച്ചിടാൻ പറ്റില്ലല്ലോ. അല്ല, അത് ഹൈപ്പ് കൊടുക്കുകയാണ്, അതേപോലെ ഉണ്ടാക്കുകയും ചെയ്യാം. എന്ത് പ്രതീക്ഷയായിട്ട് പറഞ്ഞില്ല, എവിടെയും കാണാത്ത വേൾഡ് ക്ലാസ് മൂവിയാണ്. അല്ല, ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് കൊടുക്കണമല്ലോ. ഹൈപ്പ് ബിഗ് ബഡ്ജറ്റ് മൂവീസ് കൊടുക്കുന്നത്, ചെറിയ പടത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഹൈപ്പ് കൊടുക്കുന്നത് ആ സിനിമ മോശമായാലും പ്രൊഡ്യൂസറിന് കാശിടാൻ വേണ്ടിയാണ്. ചെറിയ പടം കൊണ്ട് ഹൈപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോൾ കുമ്പളങ്ങനായി സംഘത്ത് പടം നല്ല ഇനി വരുന്നത് ഗ്യാങ് ഉണ്ടാവും. ഇത് എല്ലാ മൂവീസ് ശരിയാവണമില്ലല്ലോ. എല്ലാ മൂവി ഇത് വർക്കൗട്ട് ചെയ്ത് എനിക്ക് തോന്നിയില്ല. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും.